നമസ്കാരം. ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. നമ്മുടെ ശ്വാസനാളം എന്ന് പറയുന്നത് മൂക്കിൽ നിന്ന് ആരംഭിച്ച് പ്രധാന ശ്വാസക്കുഴലായ ട്രക്കിയ നെഞ്ചിൽ വെച്ച് രണ്ട് ബ്രോങ്കസായിട്ട് തിരിഞ്ഞ് അവ വീണ്ടും ശാഖകളായി ചെറിയ ബ്രോങ്കിയോൾസിൽ എത്തിച്ചേരുന്നു. ശ്വാസകോശത്തിലെ ചെറിയ വായു സഞ്ചാര പദങ്ങളായ ഈ ബ്രോങ്കിയോൾസിൽ അണുബാധ മൂലം നീർക്കെട്ടും അതിൻ്റെ ദ്വാരം അടഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബ്രോങ്കിലൈറ്റിസ് എന്ന രോഗം. ഈ ബ്രോങ്കിലൈറ്റിസ് എന്ന രോഗം സാധാരണ കുട്ടികളിലാണ് കാണപ്പെടുന്നത്. അതും പ്രത്യേകിച്ചും 2 വയസ്സിന് താഴെ പ്രായമുള്ള കൊച്ചുങ്ങളിൽ. അവരിൽ തന്നെ 3 മുതൽ 6 മാസം വരെ പ്രായമുള്ള കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. ഇത് കൃത്യമായി കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ വളരെയധികം സങ്കീർണതകളിലേക്ക് നയിക്കുന്ന ഒരു രോഗമാണ്. RSV അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് എന്ന വൈറസാണ് ഇത് പ്രധാനമായിട്ടും ബ്രോങ്കിലൈറ്റിസ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. RSV കൂടാതെ ഇൻഫ്ലുവൻസ, അഡിനോ, റൈനോ എന്നീ വൈറസുകളും ഈ രോഗമുണ്ടാക്കും. രോഗബാധിതരായ ആളുകൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അവരിൽ നിന്ന് പുറത്തു വരുന്ന ശ്വസന തുള്ളികളിൽ കൂടെയാണ് ഈ രോഗം പകരുന്നത്. കുഞ്ഞുങ്ങൾ മലിനമായ ചില ഉപരിതലങ്ങളിൽ സ്പർശിച്ചിട്ട് ആ കൈ കൊണ്ട് തന്നെ മുഖം തുടയ്ക്കുകയോ മൂക്കിൽ കൈയിടുകയോ ചെയ്യുമ്പോൾ ഈ രോഗം അവരിൽ ബാധിക്കുന്നു. സാധാരണ ഒരു ജലദോഷത്തോടു കൂടിയായിരിക്കും ഈ രോഗം ആരംഭിക്കുന്നത്. ഒരു ജലദോഷം തുടങ്ങി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ കുഞ്ഞിന് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. പാല് കുടിക്കാതെ ഇരിക്കുക, ശ്വാസം എടുക്കുന്ന തോത് വളരെയധികം കൂടുക, നെഞ്ചിൻ്റെ വശങ്ങൾ ഉൾവലിയുക, ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുക, ശരീരം നീല നിറമാകുക തുടങ്ങിയവ ഈ അസുഖം ഗുരുതരമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ അസുഖം കണ്ടുപിടിക്കുന്നത് സാധാരണയായി ഒരു ശാരീരിക പരിശോധനയിൽ കൂടെ മാത്രമാണ്. എക്സ്റേയോ അഥവാ ബ്ലഡ് ടെസ്റ്റുകളോ ഈ രോഗം നിർണ്ണയിക്കുന്നതിൽ പ്രാധാന്യമുള്ളതല്ല. ചികിത്സ പ്രധാനമായും രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുകയും ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മൂക്കിലെയും തൊണ്ടയിലെയും സ്രവങ്ങൾ നീക്കം ചെയ്യാം. സാധാരണയായി ഇതൊരു വൈറസ് രോഗമായതിനാൽ ആൻറ്റിബയോട്ടിക്കുകൾ ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്നതല്ല. സാധാരണ ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടലിന് കൊടുക്കുന്ന സ്റ്റീറോയിഡുകളോ ബ്രോങ്കോ ഡയലേറ്റർ മരുന്നുകളോ ഒന്നും തന്നെ ഈ അസുഖത്തിൻ്റെ ചികിത്സയിൽ ഫലപ്രദമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. രോഗം വളരെ ഗുരുതരമാകുന്ന കുഞ്ഞുങ്ങൾക്ക് കൃത്രിമമായ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ CPAP അല്ലെങ്കിൽ വെന്റിലേഷൻ വഴി നൽകേണ്ടതായിട്ടും വരും. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ഭാരക്കുറവുള്ള കുഞ്ഞുങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറവുള്ള കുഞ്ഞുങ്ങൾ എന്നിവരിലാണ് ഈ രോഗം കൂടുതലായും ഗുരുതരമാകുന്നത്. ഈ രോഗം തുടങ്ങി ഒരു 3-4 ദിവസത്തിനകം ഇത് രോഗം മൂർച്ഛിക്കുകയും അതിനുശേഷം പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്യും. എന്നിരുന്നാലും രോഗം ഭേദമായ കുഞ്ഞുങ്ങളിൽ ആഴ്ചകളോളം തന്നെ ചുമയും ശ്വാസമുട്ടലും അനുഭവപ്പെടാം. ഏതാണ്ട് 75% ഈ രോഗം ബാധിച്ച കുഞ്ഞുങ്ങളിലും കുട്ടിക്കാലത്ത് തന്നെ വിട്ടുവിട്ടുള്ള ചുമ, ശ്വാസമുട്ടൽ, ആസ്മ പോലെയുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്നിവ തുടർച്ചയായി കാണിക്കുമെന്നതാണ് ഈ രോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നന്ദി, നമസ്കാരം.